ഇതൊക്കെ ഒരു കേസ് കൊടുത്തു. എത്രയായിരിക്കും? 10 ലക്ഷം. മുത്തം തര നിത്തം വരും നക്ഷത്രം യാരോട് എനക്കെന്ന പേച്ച്. കോപ്പ് കുറച്ചു നാൾ ശല്യമില്ലാണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞാൽ മതി. നമ്മുടെ രേണുസുതി വരുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബാല, ആക്ടർ ബാല എന്ന് പറയാം. അമൃതയുടെ പ്രശ്നം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എലിസബത്ത് കയറി വന്ന്, എലിസബത്തിന്റെ പ്രശ്നം കഴിഞ്ഞപ്പോഴത്തേക്ക് രേ കിടക്കുന്ന കോകിലൊക്കെ കയറി വരുന്നത്. എൻ്റെ പൊന്നോ, അന്ന് സോഷ്യൽ മീഡിയയിലെ കോകിലയുടെ കുഞ്ഞിലത്തൊരു ഫോട്ടോ വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയായിരുന്നു. അണ്ണൻ്റെ എന്താ പറയട്ടെ, ഞാൻ ഒതുങ്ങി ജീവിക്കുകയാണ്, ദിസ് ഇസ് റാങ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പുള്ളിക്കാരൻ അങ്ങ് തുടങ്ങി വെച്ചു. ഫുൾ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ, അന്ന് രേണുസുതി വരുന്നതിന് മുമ്പ് ഒരു അണ്ണ സ്റ്റാർ ആയിരുന്നു. ഇപ്പം രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. ഇപ്പം ദേ കിടക്കുന്നു അണ്ണൻ തിരുമ്പി വന്നിട്ടെന്ന് സൊല്ല്. എൻ്റെ ദൈവമേ, എന്തൊക്കെയാ കാണാൻ കിടക്കുന്നത്. മൂഞ്ചി. എൻ്റെ പൊന്നു, സ്വന്തം ചേട്ടനാ കങ്കുവ മൂവിയുടെ ഡയറക്ടർ. എൻ്റെ പൊന്നു, പുള്ളി എന്ന് വെച്ചാൽ ബാല എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് പുള്ളിക്കാരൻ. എന്തുകൊണ്ട് എൻ്റെ പൊന്ന് ജ്യേഷ്ഠ ഈ ഇദ്ദേഹത്തിന് അങ്ങോട്ട് കെട്ടിയെടുത്തുകൂടാം? കേരളത്തിൽ നിന്ന് ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് പറഞ്ഞ് ബാല ഇടയ്ക്കൊക്കെ എല്ലാം അവസാനിപ്പിച്ച് പോയാണ്. ഇടയ്ക്ക് ഒരു സമയത്ത് ഞാൻ ബാലയെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ബാലയുടെ കുക്കിംഗ് വീഡിയോസൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ കിടക്കുന്നു ബാലയുടെ തനിക്കോണം പുറത്തുനിന്നും പറഞ്ഞ ഓരോ കാര്യങ്ങൾ തെളിവ് സഹിതം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എലിസബത്ത്, ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന എലിസബത്ത് പോലും ഇവനെതിരെ തെളിവിടാൻ തുടങ്ങി. അത് അതിനേക്കാളും കോമഡി. ഓക്കെ, എലിസബത്ത് ഹാപ്പി ആയിട്ട് ജീവിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ബാഡ്മിൻ്റൺ, അത് ഇത് ഫിറ്റ്നസ് കാര്യങ്ങൾ, എൻ്റെ പൊന്നോ ഭയങ്കര മോട്ടിവേഷൻ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേ കിടക്കുന്നത് അണ്ണൻ. എനിക്ക് തോന്നിയില്ല JNTV വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നല്ലോ, ഭാര്യയുടെ പീഡനം, അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ. ഓക്കെ, അണ്ണൻ എനിക്ക് തോന്നി വീണ്ടും ആ ഒരു പാറ്റേൺ പിടിക്കാൻ വേണ്ടിയാണെന്ന് തോന്നി. ഇപ്പൊ വീണ്ടും മലരി പറ. എന്താ പറയാ ദൈവമേ, ഇതിന് നമ്മുടെ കൽപ്പനയും ഹരിശ്രീ അശോകനും കൂടെ ഉള്ള ഒരു ഡുവൈറ്റ് നടത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുൽ വ്ളോഗ്സിന്റെ പാട്ടെടുത്ത് കണ്ടായിരുന്നു വരാം ഞാൻ നിനക്കായി എന്ന് രാത്രി കേൾക്കുന്ന എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. നിന്നേക്കാളും ബെറ്റർ അവനായിരിക്കണം. അവനൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ ലൈവിനകത്ത് അതൊരു പാട്ട് പറയായിരുന്നു, വരാം ഞാൻ. എനിക്ക് അതൊക്കെയെന്ന് വെച്ചാൽ ഓർക്കൊന്നും വലിയ സംഭവമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാമ ആ ബിഗ് ബി മൂവിക്ക് അതൊക്കെ ഇവൻ എന്ത് സ്റ്റൈലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു പെണ്ണ് ജീവിതത്തിൽ വന്ന് പോയതിന് ശേഷം ആണുങ്ങൾ മൊണ്ണയാവെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ ഒന്നുമില്ല, ഇവൻ മൊണ്ണ തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പണ്ട് ജനിച്ചപ്പോഴേ മൊണ്ണയാണ്. ഇപ്പം ഞാൻ ആലോചിച്ചു, ഇവന് ഈ സിനിമയ്ക്കകത്ത് എത്രയും ബോൾഡായിട്ടൊക്കെ നിൽക്കുമ്പോഴേ ആ സമയത്തൊക്കെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ആരാധന കൂടുതലായിരുന്നു. കാരണം ജീവിതത്തിൽ കോമഡി പീസാണല്ലോ എന്ന് അറിയുമ്പോഴാ രസകരം. മാസ അടിപൊളി. ഏത് മോനാടാ ഇത് പറഞ്ഞത്? ഞാൻ കൊടുത്തിട്ടെ എല്ലാം ഉണ്ടല്ലോ, 250 കോടി ഉണ്ടല്ലോ. ഇവനാണ് ഉണ്ണി മുകുന്ദന്റെ ഒരു പടത്തിൽ ഉണ്ണി പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. എനിക്ക് 2 ലക്ഷം രൂപ തന്നില്ല, എന്നെ പറ്റിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട ടീമാണ്. 250 കോടി ഉള്ളവൻ എന്തിനാണ് 2 ലക്ഷം രൂപ? അതിന് കടന്ന് മോങ്ങിയവനാണ്. അന്ന് എലിസബത്താണ് കയറി കുറെ കാര്യങ്ങളൊക്കെ ഇവന് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഞാൻ കൊടുത്ത്, ഞാൻ തൊലിച്ച്. ഇപ്പൊ അമൃതയുടെ മോക്ക് എന്ത് കൊടുത്തു ഇവനാ? ഒന്നുമില്ലെങ്കിലും ഇവന്റെ കുഞ്ഞല്ലേ. അവിടെ എന്തൊക്കെയോ കേസിന്റെ കാര്യങ്ങളും അവർ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെന്ന് ഇടയ്ക്കൊരു കേൾവി കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇവരുടെ വിഷയങ്ങളൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പഴയ ബുക്കൊക്കെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം. ഞാൻ വസ്തുവല്ല, ഞാൻ ബിസിനസ് പ്രോഡക്റ്റ് അല്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചത്തുപോയാൽ
ചത്തുപോയാൽ ചോദിച്ച വേദനയ്ക്കുണ്ട്, ரொம்ப വേദനിക്കുന്നുണ്ട്. ഓ, ഞാനൊന്നും പറയുന്നില്ല, വേണ്ട വേണ്ട, വായിലൊരു കാര്യം കയറി വന്നതാ. ഓക്കെ ഓക്കെ, വേണ്ട ഡാനി, അത് ശരിയല്ല. ഞാൻ ഒരു മനുഷ്യൻ മരിച്ച് തിരിച്ച് ജീവിതം തന്നത് ദൈവം. ഞാൻ ജീവിതത്തിൽ ആവശ്യപ്പെടുന്നത് കാശല്ല, സ്നേഹം മാത്രം. ഓക്കെ ചേട്ടാ, 250 കോടി സ്വത്തുള്ള ഒരാള് 2 ലക്ഷം രൂപയ്ക്ക് പറ്റിച്ചെന്ന് പറയുമ്പോ എങ്ങനെ അത്? காமெடி இல்ல அங்கிருந்து ஸ்டார்ட் பண்ணி அதே சீட்டாட்டம் மாதிரிப்பா, சீட்டு கல்வி போல ചുമ്മാ 2 ഇട്ടിട്ട് രാജാ പിടിക്കുന്നത്. ഓ, ഒരു കോമഡി പീസ് തന്നെയായിരുന്നു. വേറൊരു വീഡിയോ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ അത് എപ്പോഴോ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഈ ഒരു വീഡിയോ അതും കൂടെ വെച്ചേക്കാം. അതേണ്ടേ, എൻ്റെ പൊന്നോ കുഞ്ഞിലെ കോയിലേക്ക് ഇവന് കേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് എത്രാത്ത ബർത്ത്ഡേ കോകിലയുടെ? 6 വയസ്സ് 6-7 വയസ്സ്. 6 വയസ്സുള്ള സമയത്ത് എനിക്ക് തോന്നുന്നു ഇവന് ഒരു 10-25 വയസ്സുണ്ടായിരുന്നു തോന്നി മുതുക്കന് കണ്ടിട്ട്. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും മുറയമാവനെ പണ്ട് മുതൽ ഇഷ്ടമല്ലായിരുന്നോ നമ്മുടെ കോകില മേഡത്തിന്? പിന്നെ കോകില മേഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് A to Z കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ആ സമയത്തൊക്കെ കുറേ കാര്യങ്ങൾ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു രേണുവൊക്കെ പോയ സ്ഥിതിക്ക് ഇനി ബാലമാമനായിരിക്കും ഇനി കളത്തിൽ നിൽക്കാൻ പോകുന്നത്. എന്തോ നട ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഈ പറയുന്ന അമൃതയും ഈ പറയുന്ന എലിസബത്തും ഒക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന അവനങ്ങോട്ട് പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എലിസബത്തിനെ വെച്ചാൽ സംസാരിച്ചെങ്കിലും ബാലയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അമൃതയാണ്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. കാരണം എലിസബത്ത് ഓക്കെ, അത് ഇത്രയേ ഉള്ളതെന്ന് അവനറിയാം. പക്ഷെ അവൻ ടാർഗറ്റ് ചെയ്യുന്നത് അമൃതയാണ്. എന്തായാലും കണ്ടറിയാം ഗോപു ഇനി അങ്ങോട്ട് കളികൾ എന്താണെന്നൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പോൾ ഗൈസ്, അപ്പം നമുക്ക് ഇതിവിടെ വെച്ച് തീർക്കാം. ഈ ജസ്റ്റ് ഈ ക്ലിപ്പ് കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ച് പോയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പം അണ്ണൻ്റെ കളികളൊക്കെ നമുക്കിനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പം വീണ്ടും 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 വന്നിട്ട് ഒരു കോമഡി പീസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാവരും എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്നിട്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജെയിൻ ടി വി ആയിട്ട് കമ്പയർ ചെയ്താൽ സംസാരിച്ചത്. ജെയിൻ ടി വിക്ക് പഠിക്കുവാടാ മോനെ, ഇവന് ജെയിൻ ടി വിക്ക് പഠിക്കുകയാണ്. ജെയിൻ ടി വി എത്ര എത്ര എന്താ പറയുക, മോശപ്പെട്ടവനൊന്നുമല്ല, ആൾ പക്കയാണ്, ജെനുവനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പാവമാണ്. പക്ഷെ ഇവൻ്റെ നേരെ തിരിച്ചാണ്. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും എലിസബത്ത് ഓക്കെ. മറ്റ് ചില ആൾക്കാരുടെ കാര്യത്തിൽ സംതിങ് എനിക്ക് ചില ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചില കാര്യത്തിലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അതിലോട്ടൊന്നും കൂടുതൽ പറയുന്നില്ല. ഇവൻ പിന്നെ എല്ലായിടത്തും ഒരു ഇങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്ന സീക്രട്ട് ഏജൻ്റ് ഒക്കെ പുള്ളിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ കുഞ്ഞ് വന്നിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം പോലെ പറയാം. ഞാനൊരു കാര്യം പറയാം, ഒരു 80 അല്ലെങ്കിൽ ഒരു 75% ഇവൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. 75%, 25 അവരുടെ ഭാഗത്തുമുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ഇവിടെ നിർത്തുന്നുള്ളൂ. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണെന്ന്. എന്തായാലും അണ്ണ റോങ് ആണ്. കഥകളൊക്കെ ഒരുപാടുണ്ടേ. ബൈ, ലവ് യു ഗൈസ്. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അവസാനം വന്നിട്ട് അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ലെന്ന് പറഞ്ഞിട്ട് പോയല്ലേ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. വേണമെങ്കിൽ നമുക്ക് ബാലയെ മാത്രം കുറ്റിപ്പെടുത്താം. ചില കാര്യങ്ങൾ അങ്ങനെ കിടക്കുന്നതല്ല. അത് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നാളെ ഒരിക്കലും വന്നിട്ട് നമുക്ക് പറയാം. ബൈ ബൈ.